2025 PSC കറണ്ട് അഫെയർ ആണ് നോക്കുന്നത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2025 മെയ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിത സഫ്രീന ലത്തീഫ്, കണ്ണൂർ വേങ്ങാട് സ്വദേശി. അപ്പോൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 2025 മെയ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിത എന്ന് പറയുന്നത് സഫ്രീന ലത്തീഫാണ്. സംസ്ഥാന പോലീസ് കമ്പൈൻഡ് അതോറിറ്റി അംഗമായി നിയമിതനായത് മുൻ പോലീസ് മേധാവി അനിൽകാന്താണ്. സംസ്ഥാന പോലീസ് കമ്പൈൻഡ് അതോറിറ്റി അംഗമായി നിയമിതനായത്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കൊല്ലം ജില്ല. കൊല്ലം ജില്ല. രാജ്യത്തെ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമാണ് കേരളം. ലോകത്ത് തന്നെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ കപ്പലുകൾ രൂപകൽപ്പന ചെയ്തു നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 4ാമത് മലയാറ്റു ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാട്. കൃതി എന്ന് പറയുന്നത് അല്ലേഹലനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സംസ്ഥാന പോലീസ് കമ്പൈൻഡ് അതോറിറ്റി അംഗമായി നിയമിതനായത് മുൻ പോലീസ് മേധാവി അനിൽകാന്താണ്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കൊല്ലം ജില്ല. രാജ്യത്തെ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ്. ലോകത്തെ തന്നെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 4ാമത് മലയാറ്റു ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാട്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർക്ക് ആദ്യമായി പ്രവേശിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ, ടാക്സി, മെട്രോ, KSRTC, വാട്ടർ മെട്രോ ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് കേരള സഫാരി. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അജയഘോഷ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങളാണ് ഇടുക്കിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ണാടിപ്പായയും കോട്ടയം തലനാടൻ ഗ്രാമ്പുവും. കോട്ടയം തലനാടൻ ഗ്രാമ്പുവും ഇടുക്കിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ണാടിപ്പായയുമാണ് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. 2025 മാർച്ച് പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തെ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ. പട്ടികവർഗ വിഭാഗക്കാർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പു നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ജാതിയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി, മെട്രോ, KSRTC, വാട്ടർ മെട്രോ ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് കേരള സഫാരി. രസതന്ത്ര മേഖലയിൽ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അജയഘോഷ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങളാണ് ഇടുക്കിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ണാടിപ്പായയും കോട്ടയം തലനാടൻ ഗ്രാമ്പുവും. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. 2025 മാർച്ച് പുരാവസ്തു ഗവേഷകർ നടത്തുന്ന ഖനനത്തെ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ. പട്ടികവർഗ വിഭാഗക്കാർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക.